ഹായ് സ്റ്റുഡൻസ്, നമ്മൾക്ക് ഇൻകം ടാക്സിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും ആയിട്ട് രണ്ടായിട്ട് ഇൻകം ടാക്സിനെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കോമ്പോണൻസ് ഇൻകം ടാക്സിനുണ്ട്. അതിൽ കറണ്ട് ടാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സബിൾ ഇൻകത്തിൻ്റെ മേലെ പേ ചെയ്യാനുള്ള ഇൻകം ടാക്സ് ആണെന്ത് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഈ വർഷം എത്ര ഇൻകം സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ടോ, എത്ര ടാക്സബിൾ ഇൻകം സ്ഥാപനത്തിനുണ്ടോ അതിൻ്റെ മേലെ ടാക്സ് കാണുന്നതാണെന്ത് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഇൻകം ടാക്സ് പേയബിൾ ഫോർ ദി കറണ്ട് ഇയറിൽ എത്രമാത്രം ഇൻകം ടാക്സ് അടയ്ക്കാനുണ്ട്, ഈ കറണ്ട് ഇയറിലത്തെ മാത്രം. അതാണ് ഇൻകം ടാക്സ് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത്. കറണ്ട് പീരീഡിലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയറിലെ അഡ്വാൻസും പേ ചെയ്യാൻ പെൻഡിങ് ഉള്ള എമൗണ്ടൊക്കെ കൺസിഡർ ചെയ്യണം. കറണ്ട് ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കുകയും ചെയ്യണം. ലോസ് ആസ് എ ഡിഡക്ഷൻ ഫ്രം ദി പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതായത് നമ്മളെപ്പോഴും ടാക്സ് കുറയ്ക്കുക എങ്ങനെയാണ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ടാക്സ് കുറച്ചിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണുകയാണ് ചെയ്യാറ്. അതുതന്നെയാണ് അവിടെയും പറയുന്നത്. ഇനി കറണ്ട് ടാക്സിലെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കറണ്ട് ടാക്സ് അസറ്റും ഉണ്ട്, കറണ്ട് ടാക്സ് ലയബിലിറ്റീസും ഉണ്ട്. കറണ്ട് ടാക്സ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കറണ്ട് ഇയറിലെയോ പ്രയർ ഇയറിലെയോ അതായത് പ്രീവിയസ് ഇയറിലെയോ ടാക്സ് പേ ചെയ്തത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ടാക്സിനേക്കാൾ എക്സസ് ആണെന്നുണ്ടെങ്കിൽ ആ ടാക്സ് സ്ഥാപനത്തിന് എന്താണ്, അസറ്റാണ് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടാക്സ് ഒരു 50,000 രൂപ വന്നു, പക്ഷേ പേ ചെയ്തത് 60,000 രൂപയാണെങ്കിൽ ആ എമൗണ്ട് എന്താണ്, ഈ വർഷത്തേക്ക് അസറ്റായിട്ടാണ് കിടക്കുക അല്ലേ. 10,000 രൂപ കുറച്ചിട്ട് പിന്നെ ബാക്കി ഈ വർഷം നമ്മൾ ടാക്സ് അടച്ചാൽ മതി. അതാണ് അതിൽ പറയുന്നത്. അഡ്വാൻസ് ടാക്സ്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കറണ്ട് അസറ്റാണ്. അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് കാണിക്കുക, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിൻ്റെ. എക്സസ് ടാക്സ് പേ ചെയ്തിട്ടുള്ളത് 1 ഇയറിൻ്റെ ഉള്ളിൽ റിക്കവർ ആവുകയാണെങ്കിലാണ് അത് കറണ്ട് അസറ്റ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വർഷം എടുത്തിട്ടാണ് ആ ടാക്സ് റിക്കവർ ചെയ്യാൻ അഡ്വാൻസ് എമൗണ്ട് റിക്കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ നോൺ കറണ്ട് അസറ്റായിട്ട് കാണിക്കാം. അതായത് ലോങ് ടേം ആണല്ലോ, അതുകൊണ്ട് നോൺ കറണ്ട് അസറ്റായിട്ട് കാണിക്കാം. ഇനി അടുത്തതാണെന്ത് കറണ്ട് ടാക്സ് ലയബിലിറ്റീസ്. ജസ്റ്റ് കറണ്ട് ടാക്സ് അസറ്റിൻ്റെ ഓപ്പോസിറ്റാണ് കറണ്ട് ടാക്സ് ലയബിലിറ്റീസ്. കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പീരിയഡിലോ പ്രയർ പീരിയഡിലോ ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ ടാക്സ് ഒരു 50,000 തന്നെ വന്നു, പക്ഷെ നമ്മൾ പേ ചെയ്തത് 40,000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിൽ 10,000 രൂപ ഇപ്പോൾ ഈ വർഷം അടയ്ക്കേണ്ടതില്ലേ, ആ എമൗണ്ടാണ് എന്ത് കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് ഇനി നമുക്ക് പേ ചെയ്യാനാണ്, അതായത് നമുക്ക് സ്ഥാപനത്തിന് ലയബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. അതാണ് കറണ്ട് ടാക്സ് ലയബിലിറ്റി. അത് ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കും വേണം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയാണ് ചെയ്യാം. ഇനി അടുത്തതാണെന്ത് ഡെഫേർഡ് ടാക്സ്. ഇൻകം ടാക്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും. കറണ്ട് ടാക്സ് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഡെഫേർഡ് ടാക്സ്. ഡെഫേർഡ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫേർഡ് ടാക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ആൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരിയഡ്. അതായത് ടാക്സ് ലയബിലിറ്റി ഒരു പീരിയഡിലത്തെ എൻഡിലത്തെ ടാക്സ് ലയബിലിറ്റിയും ആ പീരീഡിൻ്റെ ബിഗിനിങ്ങിലത്തെ ടാക്സ് ലയബിലിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണെന്ത് ഡെഫേർഡ് ടാക്സ് എന്ന് നമ്മൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ പറഞ്ഞുതരാം. ഇഫ് ദ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കറണ്ട് പീരിയഡ് എൻഡ് ഈസ്
8,000. കറൻറ്റ് പീരിയഡിലത്തെ എൻഡിൽ 8,000 രൂപയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വന്നതെന്ന് വയ്ക്കുക. കറൻറ്റ് പീരിയഡ് ബിഗിനിങ്ങിൽ 7,000 രൂപയുണ്ട്. അപ്പോൾ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ്. 8,000 മൈനസ് 7,000 ഈസ് ഈക്വൽ ടു 1,000 ആണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് കറൻറ്റ് പീരിയഡിൻ്റെ എൻഡിലത്തെയും കറൻറ്റ് പീരിയഡിൻ്റെ ബിഗിനിങ്ങിലത്തെയും ടാക്സ് റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. മനസ്സിലായി ഉണ്ടാവുമല്ലോ. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.